നമ്മളോടൊപ്പം അഭിഭാഷക ഉഷ നന്ദിനി ചേരുന്നുണ്ട്. ഉഷ ഈ കേസിലെ ഹർജിക്കാരിയാണ്, ഇന്ന് കോടതിയിലുണ്ടായിരുന്നു. ഉഷ, എന്താണ് കോടതിയിൽ നടന്നത്? ഇന്നിപ്പോൾ 9-അംഗ ബെഞ്ചിന്റെ ഹിയറിംഗ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തു. അങ്ങനെ ഏപ്രിൽ 7-ാം തീയതി മുതൽ, ശ്രദ്ധിക്കുക, നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഇലക്ഷൻ ടൈമിലേക്ക് തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഏപ്രിൽ 7 തൊട്ട് ഹിയറിംഗിന് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. 3 ദിവസം ഈ റിവ്യൂ പെറ്റീഷൻ അനുകൂലിക്കുന്ന ആൾക്കാർക്ക് വാദം നടത്താനും, അതിനുശേഷം 3 ദിവസം റിവ്യൂ പെറ്റീഷനെ എതിർക്കുന്നവർക്ക് വാദം നടത്താനും, പിന്നെ 2 ദിവസം അമിക്കസ് ക്യൂറിയുടെ വാദത്തിനുമായിട്ടാണ് ഇപ്പോൾ ടൈം ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ അമിക്കസ് ക്യൂറിയെ ആരെങ്കിലും നിയമിച്ചോ? ഇന്ന് ശ്രീ പരമേശ്വരനെ കൂടി അമിക്കസ് ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ ഇതിനകത്ത് ശ്രീ രാജു രാമേന്ദ്രൻ സാർ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മിസ്റ്റർ പരമേശ്വരനെ കൂടി, സീനിയർ അഭിഭാഷകനെ പരമേശ്വരനെ കൂടി അമിക്കസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. സീനിയർ മലയാളിയായ കെ പരമേശ്വരനെ അമിക്കസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതില് പ്രധാനപ്പെട്ട ഇന്ന് കേന്ദ്ര സർക്കാർ തുഷാർ മേത്ത കോടതിയിൽ പറഞ്ഞത് എന്താണ്? ഇന്ന് ശ്രീ തുഷാർ മേത്ത പറഞ്ഞത് ഞങ്ങൾ റിവ്യൂ പെറ്റീഷനെ അനുകൂലിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തുഷാർ മേത്തയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഇന്ന് കോടതിയിൽ വ്യക്തമാക്കുക. സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് സീനിയർ അഭിഭാഷകൻ ശ്രീ ജയദുഗുപ്തയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾ റിവ്യൂ പെറ്റീഷനെ എതിർക്കുന്ന നിലപാടാണ് എന്ന് തന്നെയാണ് ഇന്ന് കോടതിയിൽ പറഞ്ഞത്. കാരണം നേരത്തെ അങ്ങനെ തന്നെയാണ് കേസ് ആർഗ്യൂ ചെയ്ത സമയത്തും അങ്ങനെ തന്നെയാണ് ഒരു നിലപാട് സ്വീകരിച്ചിരുന്നത്.